നമസ്കാരം. മലയാളി പെൺകുട്ടിയെ തമിഴ്നാട്ടിൽ കുത്തിക്കൊലപ്പെടുത്തി പൊള്ളാച്ചി വടകപ്പാളയത്താണ് നടക്കുന്ന സംഭവം. പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ കയറി യുവാവ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ കണ്ണന്റെ മകൾ അശ്വികയാണ് എന്ന 19-കാരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം പോലീസിൽ കീഴടങ്ങിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ പ്രവീൺ കുമാറാണ് അറസ്റ്റിലായത്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട അശ്വിക. പ്രവീൺ പെൺകുട്ടിയുമായി പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. ഇത് തള്ളിയതിലെ വൈരാഗ്യത്തിലാണ് കൃത്യം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് വിദ്യാർത്ഥിനി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ പ്രവീൺ കുമാർ വീട്ടിൽ അതിക്രമിച്ചു കയറി അതിക്രൂരമായി പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിലും നെഞ്ചിലും ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ പ്രവീൺ കുമാർ പിന്നീട് വെസ്റ്റ് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. പെൺകുട്ടിയുടെ വീടിന് സമീപം 5 വർഷത്തോളം പ്രവീണും കുടുംബവും താമസിച്ചിരുന്നു. ഈ സമയത്ത് പ്രവീൺ പെൺകുട്ടിയുമായി പരിചയത്തിലായി. പിന്നീട് അണ്ണാനഗറിലേക്ക് താമസം മാറിയ പ്രവീൺ പെൺകുട്ടിയെ ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിന്റെ തലേ ദിവസം പെൺകുട്ടി സുഹൃത്തുക്കളുമായി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് പ്രവീൺ കാണാനിടയായി. ഇതേ തുടർന്ന് പ്രകോപിതനായ ഇയാൾ വീട്ടിലെത്തി പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. മൃതദേഹം സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതേസമയം സമാനമായ മറ്റൊരു ക്രൂരകൃത്യം രാജ്യ തലസ്ഥാനത്ത് നിന്നും എത്തുന്നുണ്ട്. വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ സുഹൃത്ത് പിടിയിലായിരിക്കുകയാണ്. ഡൽഹി സർവകലാശാല സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗിൽ BA വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ BCom വിദ്യാർത്ഥിയായ ആഷ്കൃത് സിംഗ് എന്ന 18-കാരനാണ് പിടിയിലായത്. സഞ്ജയ് വനിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തി പെൺകുട്ടിയെ കുത്തിയും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ചയാണ് ഈ ഒരു സംഭവം നടന്നത്. ജഹാംഗീർപുരിയിൽ താമസിക്കുന്ന പെൺകുട്ടി രാവിലെ ക്ലാസ്സിൽ പോയതാണ്. ഉച്ചയ്ക്ക് അമ്മയെ ഫോണിൽ വിളിച്ച് ഉടൻ വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വൈകിയും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ ആരംഭിച്ചു. അതിനിടെ സന്ധ്യയ്ക്ക് ആഷ്കൃത്തിന്റെ പിതാവ് പെൺകുട്ടിയെ തന്റെ മകൻ സഞ്ജയ് വനിൽ കുത്തി പരിക്കേൽപ്പിച്ചെന്നും പീരമ്പുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു. പെൺകുട്ടിയും യുവാവും തമ്മിൽ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ സഞ്ജയ് വനിൽ തിരഞ്ഞെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. പിന്നീട് ബഹ്റോളി പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ അന്വേഷണം തുടങ്ങി. തുടർന്നാണ് റാണി ബാഗിൽ താമസിക്കുന്ന ആഷ്കൃതിന്റെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. പെൺകുട്ടിക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന സംശയമാണ് ആഷ്കൃതിനെ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കസ്റ്റഡിയിലുള്ള ആഷ്കൃത് കൂടുതലൊന്നും പറയുന്നില്ല. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുമില്ല. ആഷ്കൃത് ഏറെക്കാലമായി പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നെന്ന് സഹോദരി പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ വീട്ടിലേക്ക് പിന്തുടരും. കൊല്ലപ്പെട്ട കുട്ടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പാസ്വേഡ് കൈവശപ്പെടുത്തി പരിശോധിച്ചിരുന്നു. ലൈവ് ലൊക്കേഷൻ മനസ്സിലാക്കി ഇയാൾ പിന്തുടർന്നിരുന്നെന്നും സഹോദരി പറയുന്നു.